പ്രൊഡ്യൂസറാണ് എന്നെ ഈ പരിപാടി ക്ഷണിച്ചത്. അദ്ദേഹം സ്വന്തം പേരിലൊരു സിനിമ എടുക്കുകയാണ്. സ്വന്തം പേര്, സിനിമയുടെ പേര് സ്വന്തം പേരാണ്, ജോബി. ജോബിയുടെ ഫുൾ നെയിം ജോ ആൻഡ് ദ ബേർഡ്. പേരാണ് ജോബി. പക്ഷെ നിങ്ങൾ ആരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതിന്റെ പിന്നിൽ നോക്കിയിരിക്കുന്നത് നല്ല നല്ല ആക്ടേഴ്സ്, നല്ല സിനിമറ്റോഗ്രാഫി, മൊത്തത്തിൽ ഭംഗിയാണ്. ഒരു സാന്റാക്ലോസിന്റെ രൂപത്തിലാണ് ഈ സിനിമ വരുന്നത്. ഒരുപാട് സൗഭാഗ്യങ്ങളും ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് എല്ലാവർക്കും ഇതൊരു ആഘോഷമാവട്ടെ. ഏറ്റുമുട്ടി നീ നടത്തിന് ക്ഷണിക്കുന്നു. ഈ പടത്തിൽ ഭയങ്കര ആക്ടിങ് പോയിട്ട് കഴിഞ്ഞ പോലെ തന്നെ അങ്ങനെ ആക്ടിങ് വളരെ സ്പോണ്ടേനിയസ് ആക്ടറാണ്. ആൻഡ് ഇന്റൻസ്. മഞ്ജു ആകുമ്പോൾ അവരെ പിടിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നല്ല ടീമാവട്ടെ, നല്ല സിനിമയാവട്ടെ. പാട്ട് കേട്ടിട്ട് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. പാട്ട് കേൾപ്പിക്കാതെ ഈ ഓഡിയോ റിലീസാക്കിയിരിക്കുകയാണ്. നമ്മൾ പാട്ട് കേൾക്കുക. ഇവിടെ നന്നാവുമെന്ന് വിചാരിക്കുന്നു. രാഹുലിൻ്റെ അവിടെ നന്നാവട്ടെ. സന്തോഷം. എല്ലാവർക്കും വിജയാശം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മമ്മൂക്കയ്ക്ക് പ്രത്യേകം ബഹുമാനം നിറഞ്ഞ നമസ്കാരം. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ഏറ്റവും ഹൃദയത്തിൽ തട്ടി എഴുതിയതാണ്. ഇത് ഈ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് മൊത്തം എന്നെ സംബന്ധിച്ച് ഏറ്റവും ആസ്വദിച്ച കുറെ ദിവസങ്ങളായിരുന്നു. ഹോൾ ടീം, ഇപ്പൊ റോജനാണെങ്കിലും കുറെ പേരെ ഞങ്ങളിവിടെ മിസ് ചെയ്യാണ്. നീൽ, ഇതിന്റെ DOP ഇവിടെ ഇല്ല, എഡിറ്റർ രാഹുൽ, ഒരുപാട് പേരെടുത്ത് പറഞ്ഞ് സമയം കളയണില്ല. എല്ലാവരും ഒരേപോലെ ആസ്വദിച്ച ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതില് ഞങ്ങൾ ഉണ്ണി എന്ന് വിളിക്കുന്ന സനൂപിന്റെ പല സന്ദർഭങ്ങളിലും ഞാൻ തന്നെ നിന്ന നിപ്പിലൊക്കെ സത്യമായിട്ടും കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് റോജിയോട് ചോദിച്ചു, ഇത് എന്ത് കാണുന്ന ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. അപ്പൊ റോജി പറഞ്ഞു, മങ്കി പെന്നിന്റെ സമയത്ത് തന്നെ. അപ്പോഴാണ് ഞാൻ ഭയങ്കര അത്ഭുതത്തോട് മനസ്സിലാക്കിയത് മങ്കി പെൻ ഉണ്ണിയുടെ ആദ്യത്തെ സിനിമയായിരുന്നു എന്നുള്ളത്. അപ്പൊ ഏറ്റവും നമ്മൾ ഓരോ ഫ്രെയിമിലും പേടിച്ച് ഉണ്ണി എന്താ കാണിക്കാൻ പോണേന്ന് ആ ഒരു നമ്മളും അതേപോലെ മോശമാവാതെ ചെയ്യാനുള്ളൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇത്രയും സ്വീറ്റ് ആയിട്ട് ഞാൻ ഈ ചിരി കണ്ടാൽ തന്നെ എല്ലാ ടെൻഷനും സങ്കടവും ഒക്കെ മാഞ്ഞു പോകും. സനൂപും സനൂഷയുടെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഫാമിലി ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുപാട് സന്തോഷത്തോടെ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തു എന്നുണ്ടെങ്കിലും എൻ്റെ അടുത്ത് എവിടെ കാണുമ്പോഴും ഒരുപാട് കേൾക്കുന്ന കാര്യങ്ങൾ, പണ്ടത്തെ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയാറുണ്ട്. ഒരു ആനിമേറ്റർ ആണ്, ഈ പറഞ്ഞ പോലെ ആനിമേറ്ററുടെ ക്യാരക്ടറും ഒക്കെ അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഇതുവരെ ചെയ്യാത്ത പല സാഹസങ്ങളും ഇതിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഫിലിപ്സ് ആൻഡ് ദ മങ്കി പെൻ, ഇപ്പൊ ജോ ആൻഡ് ദ ബോയ്, റോജൻ ഗുഡ് ജോബ്, ഒന്നും പറയാനില്ല. പിന്നെ മഞ്ജു ചേച്ചി, സനൂപ്, ഇവരുടെ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു സർപ്രൈസ് അതിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു ചിത്രമായിരിക്കും ജോ ആൻഡ് ദ ബോയ് എന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നുണ്ടെന്ന് അറിയാം. ആൻഡ് എല്ലാവരെയും ഒരു റിയൽ ഹാപ്പിനെസ് കാണാൻ വേണ്ടി ക്ഷണിക്കുന്നു. പിന്നെ ഞാൻ കൊച്ചു പിള്ളേർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അത് മതി. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ടീം. റോജിനെ തന്നെ ഉദ്ദേശിച്ചേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ കുടിച്ച് നിർത്തിയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സേച്ചി നമസ്കാരം. ഞാൻ ഉദ്ദേശിച്ച മനസ്സേച്ചി. റോജൻ ഗുഡ് ജോബ്. സനുഷ, ഞാൻ സനുഷനല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത്.
പിന്നെ ഓഫ് കോഴ്സ് രമ്യ, രാഹുൽ. ഒരു മ്യൂസിക് ഡയറക്ടറുടെ ജോലി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ദിവസമാണ് അദ്ദേഹം മ്യൂസിക് ചെയ്ത പടത്തിന്റെ ഓഡിയോ ലോഞ്ച്. അപ്പൊ അത് ഇന്നാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൽ 5 പാട്ടുകളാണുള്ളത്. ഒരു പാട്ടിൽ ഞാനിപ്പോ കേട്ടു, അതിലെന്തോ ഒരു ഓഡിയോ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പാട്ടുകളൊക്കെ ഞാൻ നേരത്തെ തന്നെ കേട്ടാണ്. അമേസിംഗ് പാട്ടുകളാണ് എല്ലാം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ആദ്യം രാഹുലിനെ കാണുന്നത് ഒരു ഡെമോ ചെയ്യാൻ വേണ്ടി എന്റെ അടുത്ത് രാഹുലിന്റെ ചേച്ചി കൊണ്ടുവന്നപ്പോഴാണ് ഇങ്ങനെ അനിയന് ഒരു ഡെമോ എന്നൊക്കെ. പക്ഷെ അവരിങ്ങനെ രണ്ടാമത്തെ പടത്തിൽ മ്യൂസിക് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. കുട്ടികൾ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. സോ ഞാൻ ഭയങ്കര ഡീസെന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് നാളെ കുളിച്ചാൽ തിരിച്ചും ചുരുണ്ടും വരും. ഐ ഫസ്റ്റ് വോണ്ട് ടു താങ്ക് എന്നെ ആദ്യം വിളിച്ച് ഈ മൂവിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഫസ്റ്റ് ഞാൻ യെസ് പറയാൻ കാരണം ഇസ് 2 names. വൺ ഇസ് മഞ്ജു ചേച്ചിയുടെ പേര്, സെക്കൻഡ് വാസ് റോജൻ. ബിക്കോസ് മങ്കി പെൻ എന്നുള്ള മൂവി പേഴ്സണലി ലൈക്ക് എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല. എവറി ടൈം ഐ സീ മങ്കി പെൻ ഫുൾ ഇരുന്ന് കണ്ടിട്ട് ഞാൻ പിന്നെ മാറത്തുള്ളൂ. സോ ആൻഡ് രാഹുലിന്റെ പാട്ടാവട്ടെ, പിന്നെ നമ്മുടെ ചക്ര, സനൂപ് and everyone, the whole team is the reason why I did the movie. And I've done cherry character anengilum I really enjoyed working with this team. Within a few days vanna annu enna iver enna varan thodangi. Appo pinne I didn't get time to jadenannu samayam kittilla. So I'm really like fingers crossed. ellarum തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണാം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ലൈക്ക് രാവിലെ എഴുന്നേറ്റ് പല്ല് കഴിച്ച് എല്ലാം ചെയ്യുന്നതൊക്കെ മെയിൻലി ബിക്കോസ് ഓഫ് വൺ തിങ് ഇസ് ടു റീച്ച് ഹാപ്പിനെസ്. ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ വന്നിരിക്കുന്നതും ഒരു സിനിമയ്ക്ക് പോകുന്നതിൻ്റെയൊക്കെ എല്ലാം ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ ഇറ്റ്സ് ടു ബി ഹാപ്പി. സോ ദിസ് മൂവി വിൽ ഡെഫിനറ്റ്ലി മേക്ക് യു ഹാപ്പി ആൻഡ് ഐ തിങ്ക് യു ഷുഡ് വാച്ച് ദിസ് മൂവി ഫോർ ദാറ്റ് റീസൺ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ശ്രീരാജ്. താങ്ക് യു.